2026 ബംഗാളിലെ തിരഞ്ഞെടുപ്പ്. പക്ഷേ അവിടെ രാഷ്ട്രീയമായി തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. മമതയും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് ബംഗാൾ മാറി. തീർച്ചയായിട്ടും മമതാ ബാനർജി ഇന്ന് BJPയെ മാത്രമല്ല രാജ്യത്തിന് തന്നെ വെല്ലുവിളിച്ചിരിക്കുക. അതവർക്ക് വലിയ ദോഷം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി ഇട്ട ചൂണ്ടയിൽ മമതാ ബാനർജി കൊത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ബംഗ്ലാദേശികളെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ഞാനിവിടെ വിറപ്പിക്കും. മറ്റൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, BJP എന്നെ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഇന്ത്യയെ തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. BJP തകർക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വളരെ വലിയ വാക്കുകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വേണമെങ്കിൽ അവർ രാജ്യരക്ഷാ നിയമത്തിന് കേസെടുക്കാനോ രാജ്യരക്ഷാ സുരക്ഷാ നിയമങ്ങൾക്കൊക്കെ കേസെടുക്കാൻ തക്ക വിധത്തിൽ പറ്റുന്ന, അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിനുള്ള വാചകം പറഞ്ഞതിന് കേസെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് മമതാ ബാനർജി ഇന്നലെ നടത്തിയിരിക്കുന്നത് 24 പർഗാനയിൽ ബംഗാൾ. അത് SIRനെതിരെ ഒരു വലിയ പ്രകടനം നടത്തി അത് അവസാനിപ്പിച്ച്. ബംഗ്ലാദേശ് കുടിയേറ്റക്കാർക്ക് വലിയൊരു സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അതെ, ഏറ്റവും ബംഗ്ലാദേശ് എപ്പോഴും സംഘർഷങ്ങൾ നിലനിൽക്കും. അതെ, അതാണ് 24 പർഗാനയുടെ പ്രത്യേകത. അപ്പോൾ അവിടെ സംഘർഷങ്ങൾ ഉള്ളതാണ്. അവിടെ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്, രാജ്യത്തിൻ്റെ അടിത്തറ ഞാൻ തകർക്കും, നിങ്ങൾ എന്നെ തകർക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ തൃണമൂലിനെ തകർക്കാൻ നോക്കിയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, ബംഗ്ലാദേശിൽ ഞാൻ ഒരു രാഷ്ട്രമായി സ്നേഹപൂർവ്വം കാണുന്നു. ബംഗ്ലാദേശിനെ ഞാനൊരു സ്നേഹമുള്ള സ്നേഹത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. ഞങ്ങളും അവരും ബംഗാളി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിധത്തിലും ഒരു ബംഗാളികൾക്ക് ഇക്കിളിപ്പെടുത്തുന്ന വിധത്തിലും, എന്നാൽ ബംഗാളിലെ മുസ്ലിങ്ങളുടെ വർഗീയ വികാരം ഉണർത്തുന്ന വിധത്തിലും നുഴഞ്ഞു കയറ്റക്കാരെ ശക്തമാക്കി നിലനിർത്തിക്കൊണ്ട് ഇനിയും ഇലക്ഷനിൽ ജയിക്കാൻ കഴിയും. ജയിച്ചില്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ അടിത്തറ തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ദൂരവ്യാപകമായ ചില വാക്കുകൾ, അർത്ഥം ഉളവാക്കുന്ന അല്ലെങ്കിൽ പ്രത്യാഘാതം ഉളവാക്കുന്ന വാക്കുകളാണ്. ബംഗാൾ പിടിക്കുമെന്നത് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനമാണ്. അത് നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ ബംഗാളിലുണ്ടോ? ഇതുപോലെ തന്നെ കുടിയേറ്റക്കാരുണ്ട്, അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങളുണ്ട്. ആ ഒരു പ്രദേശത്തേക്ക് BJP കടന്നു കയറുക എന്നത് അങ്ങനെ പ്രഖ്യാപിക്കും പോലെ എളുപ്പമാണോ? പ്രഖ്യാപിക്കും പോലെ എളുപ്പമല്ല. പക്ഷേ അതിന് നരേന്ദ്രമോദി ഇട്ട ഇരയിൽ ഇപ്പോൾ മമതാ ബാനർജി കൊത്തി. മമതാ ബാനർജി പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്, ബംഗ്ലാദേശികൾക്ക് ഉള്ള വോട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, ഇന്ത്യക്കാരനുള്ള വോട്ടെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഇന്ത്യക്കാരായി മാറിയവർക്കൊന്നും അല്ല പറയുന്നത്, ബംഗ്ലാദേശികളുടെ വോട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. അതിനെ ഞാൻ എതിർക്കുന്നുണ്ട്. അതെങ്ങനെ പറയാൻ പറ്റും? പാകിസ്ഥാനികളുടെ വോട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അത് വിഭജന കാലത്ത് നിന്ന് വന്നവർ, ഇവിടെ വർഷങ്ങളായി ജീവിക്കുന്നവർ, അന്ന് മുതലേ വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിച്ചവർ, അതുപോലെ തന്നെ നമ്മുടെ പൗരത്വം എടുത്തിട്ടുള്ളവർ, പൗരത്വം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടുള്ളവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാക്കാൻ കഴിയുകയില്ല. കാരണം ഇന്ത്യയിൽ വ്യക്തമായ നിയമമുണ്ടതിന്. പക്ഷേ വ്യാജരേഖകൾ വെച്ചിട്ടും വ്യാജമായ രീതിയിലും തട്ടിക്കൂട്ട് പൗരത്വം ഉണ്ടാക്കാൻ ശ്രമിച്ചവരോ, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ അതൊന്നുമില്ലാതെ, പൗരത്വം പോലും ഇല്ലാതെ പേര് നേടിയവരോ കുഴങ്ങും. അതാണ് SIRൻ്റെ കുഴപ്പം. ഇപ്പോൾ ബീഹാറിൽ അതാണ് വന്നത്. ബീഹാറിൽ പക്ഷേ ലാലുവും തേജസ്വിയും ഒന്നും ഇത്ര പച്ചയ്ക്ക് പറഞ്ഞില്ല. രാഹുൽ ഗാന്ധിയും പറഞ്ഞില്ല ഇത്ര പച്ചയ്ക്ക്, ഞങ്ങൾ ബംഗ്ലാദേശികളുടെ വോട്ട് തടഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞില്ല. അതേ ഞാൻ പറഞ്ഞ്, നരേന്ദ്രമോദിയുടെ ഒരു ചൂണ്ടയിൽ, ആ ഇരയിൽ ഇപ്പോൾ അവർ മമതാ ബാനർജി കൊത്തിയിരിക്കുകയാണ്. മമതാ ബാനർജി ഇതിലൂടെ ബംഗ്ലാദേശികൾക്ക് വലിയ ആത്മവിശ്വാസമാണല്ലേ, വീണ്ടും തിരിച്ചു വരാം. ഇപ്പൊ കുറെ പേർ മുന്നോട്ട് തിരിച്ചു പോയി. അതെ, അപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്നത് ബീഹാറിലുള്ള ബംഗാളികളും കൂടെ നേരെ, ബംഗ്ലാദേശുകാരും കൂടെ നേരെ അവിടെ പോകും. അതിനും കൂടെ ഉള്ള ഒരു ആഹ്വാനമാണ്. ഇത് രണ്ടും തമിഴ്നാടും കേരളവും പോലെ ഇരിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പം ഇവിടെ നിന്ന് വണ്ടി കയറി അവിടെ പോകും. ദീദി, ഞങ്ങൾക്ക് ബീഹാറിൽ കിട്ടിയില്ല വോട്ടർ, അതുകൊണ്ട് ഇവിടെ തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറും. അവിടെ നിന്നൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വന്നിരിക്കുന്നത്. ബീഹാറിലും UP-യിലൊക്കെ വന്നിരിക്കുന്നത് അവിടെ നിന്നൊക്കെ ആയിരിക്കും, ബംഗാളിൽ നിന്നൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അതിർത്തിയും ഏറ്റവും കൂടുതൽ
നുഴഞ്ഞു കയറാൻ സൗകര്യമൊക്കെ കൊടുക്കുന്നത് ബംഗാളാണ്. അപ്പോൾ ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് കയറി ഒന്നും കൂടെ അങ്ങോട്ട് ഇപ്പോൾ ചെല്ലും. ബീഹാറിലും യു പിയിലും ഒക്കെ ഉള്ളവർ വേണേലും ചെല്ലും. അങ്ങനെ മമത ഒരു വലിയ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇനി BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിരിക്കും, അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കും ഇനി അടുത്ത നീക്കങ്ങൾ. അപ്പോൾ രാഷ്ട്രീയമായി ഈ പരാജയപ്പെടുകയാണെങ്കിൽ BJP വരികയാണെങ്കിൽ ബംഗാളിന്റെ അവസ്ഥ എന്തായിരിക്കും? ബീഹാറിൽ സംഭവിച്ചതുപോലെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ബംഗാളിൽ ഒരു ഭരണം ഉണ്ടാക്കുക. ഭരണം ഉണ്ടായാൽ അത് തിരിച്ചു പിടിക്കാനും പാടായിരിക്കും. ബീഹാറിൽ നമ്മൾ പറഞ്ഞിരുന്നതൊക്കെ NDA വരും പോവും അങ്ങനെ നിൽക്കുമെന്നാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 202 സീറ്റ് 243 അംഗ അസംബ്ലിയിൽ നേടിയതോടുകൂടി ത്രിപുരയിൽ അധികാരത്തിൽ വന്ന് വീണ്ടും അധികാരത്തിൽ വരിക. അതെ, അതുപോലെ ഒരു മേൽക്കോയ്മ അവിടെ പിടികൂടി കഴിഞ്ഞാൽ നടക്കും. അതാണ് മമത പറഞ്ഞത്. പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ ഇന്ത്യയെ വിറപ്പിക്കാൻ അങ്ങോട്ട് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ വന്നിട്ട് കാര്യമില്ല. ഇപ്പം ഇവിടെ നിൽക്കുന്നതിന്റെ കാര്യം സമാനമായി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊക്കെ വെപ്രാളത്തിൽ പറയുന്നതാണ്. പിടിക്കാൻ വന്നാൽ ഞാൻ ഗുജറാത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. അത് അന്തരാള ഘട്ടത്തിൽ പറയുന്നതാണ്. എനിക്കിനി രക്ഷയില്ല, എനിക്ക് രക്ഷയില്ലാത്ത അവസ്ഥയിൽ ഞാൻ തന്നെ തകർക്കുമെന്ന് ചിലർ വീമ്പിളക്കില്ലേ, അത്തരം ഒരു വീമ്പിളക്കൽ മാത്രമേ ഉള്ളൂ. BJPയെ തകർക്കുമെന്നല്ല അവർ പറഞ്ഞത്, ഇന്ത്യയെ തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ പിന്നെ നാവുപിഴവാണോ എന്താണോ എന്നുള്ളത് അറിയാൻ വയ്യ. മിക്കവാറും പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇന്ത്യയെ തകർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ തകർക്കാൻ വന്നാൽ, തൃണമൂലിനെ തകർക്കാൻ വന്നാൽ BJP ഞാൻ ഇന്ത്യയെ തകർക്കും, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടായിരിക്കും വരുന്നത്. കാരണം അതിനവിടെ ഇപ്പം പിന്നെ ആരെങ്കിലും ഇത് തലയെ കെട്ടിയേൽപ്പിക്കാൻ വേണ്ടി ബാക്കി ഇന്ത്യ മുന്നണി സഖ്യകക്ഷികളെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ രാഹുലിനെ എടുത്ത് കളഞ്ഞാൽ പറ്റിയ ഒരാൾ വേണമല്ലോ. അപ്പോൾ ഇവർ അവിടെ തോറ്റു കഴിഞ്ഞു. ഇപ്പോൾ ജയിച്ചാൽ അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവരവിടെ തന്നെ ഇത്തരം പ്രസ്താവനകൾ അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അവിടുത്തെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പോലെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് പേര് പിന്നെ ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയും അല്ല, മുസ്ലിമും അല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഹിന്ദുക്കളുണ്ട്, ഇടതുപക്ഷ ചിന്താഗതിക്കാർ. അവർ കുറേ പേര് മമതയ്ക്ക് വോട്ട് ചെയ്യും, കുറേ പേര് പിന്നെ CPM വോട്ട് ചെയ്യും, കുറേ പേര് കോൺഗ്രസിന് വോട്ട് ചെയ്യും. പക്ഷേ അതാണ് മമതയുടെ ഒരു ബുദ്ധി. മമത ഇപ്പോൾ കളിക്കുന്ന തിയറി അതാണ്. അതായത് മുഴുവൻ മുസ്ലിങ്ങളും എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. 3 കോടിയോളം മുസ്ലിങ്ങളുണ്ട്, അവരെ മുഴുവൻ എൻ്റെ കൂടെ നിർത്തണം എന്നുള്ളതാണ് എൻ്റെ പോളിസി. അങ്ങനെ വരുമ്പോൾ എനിക്ക് വോട്ട് കൂടുതൽ കിട്ടും എന്നുള്ളത് തന്നെയാണ് മമത ഉദ്ദേശിക്കുന്നത്. ഈ പാർട്ടിന് ബംഗാളിൽ തകരുവാണെങ്കിൽ കേരളത്തിൽ അൻവർ മാത്രമായി ചുരുങ്ങുമില്ലേ? അതും മമതയ്ക്ക് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ? അൻവർ ഇപ്പോഴേ തീർന്നു. എങ്കിലും എല്ലായിടത്തും വിരിഞ്ഞു നിൽക്കുന്ന ഈ തൃണമൂൽ വാടിപ്പോവും, സംശയമില്ല. ഇതൊക്കെയാണ് ഒറ്റ വ്യക്തികളുടെ പാർട്ടികൾക്കുണ്ടാകുന്ന കുഴപ്പം. കെജ്രിവാൾ തളർന്നാൽ. അല്ല, മറ്റൊരു കാര്യം നാം പരിശോധിക്കുകയാണെങ്കിൽ BJPയുടെ വളർച്ച എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികളെ പൂർണ്ണമായി തളർത്തുന്നുണ്ടല്ലേ? അതിൻ്റെ കാരണം പ്രാദേശിക പാർട്ടികളെ തളർത്തുന്നത് BJPയുടെ വളർച്ച കൊണ്ടല്ല, BJP ഉയർത്തുന്ന മുദ്രാവാക്യത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ദേശീയത എന്നൊരു മുദ്രാവാക്യം ഉയർത്തുമ്പോൾ പ്രാദേശിക വാദം പ്രസക്തമല്ലാതായിത്തീരും. അതാണ് പ്രശ്നം. അല്ലാതെ BJP ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രാദേശിക ഇല്ലാതാകുന്നതല്ല. BJP കൊണ്ടുവരുന്ന ദേശീയത എന്ന ശക്തമായ ഒരു കൊടുങ്കാറ്റിൽ പ്രാദേശിക തൃണമൂലുകൾക്ക് നിൽക്കാൻ പറ്റാതെ അവരവിടുന്ന് പറിച്ചുകൊണ്ട് ഓടും. അതാണ് സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.